ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദയെ നശൂലം എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നിടത്താണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വേദയുള്ള കഥ ഇതാണ്. ഒരു നാട്ടിൽ ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഒരച്ഛനും 2-3 മക്കളും ഉണ്ടായിരുന്നു. ആ 3 മക്കളിൽ ഏറ്റവും മുതിർന്നവൻ അമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതൊന്നും പറയാതെ കഴിച്ചിട്ട് എണീച്ച് പോകുമായിരുന്നു. രണ്ടാമത്തെ മകനാണെങ്കിൽ ഇത്തിരി ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ അമ്മ എന്തുണ്ടാക്കിയാലും അതിനെപ്പറ്റി കുറ്റം പറയാതിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ 3-മത്തെ മകൻ താൻ തോന്നിയും തെമ്മാടിയുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തീർന്നോ നിൻ്റെ കഥയെന്ന് ഇങ്ങനെ ചോദിക്കാൻ നേരം നമ്മുടെ വേദ പറയുകയാണേ, ഇതല്ലല്ലോ എൻ്റെ കഥ തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടേ. എൻ്റെ കഥയിലെ 3 മക്കളും അച്ഛനെയും അമ്മയെയും നന്നായിട്ട് സ്നേഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഇളയ മകന് അമ്മയെ പ്രാണനാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ പ്രാണൻ വരെ കളയുമെന്നാണ് ആ വ്യക്തി കാണുന്നവരോടൊക്കെ പ്രസംഗിച്ച് നടക്കുന്നത്. താൻ എവിടെ പോയാലും തൻ്റെ അമ്മ ഒരു പാത്രം ചോറ് മാറ്റി വെച്ചിരിക്കുമെന്ന് ആ വ്യക്തി എല്ലാവരോടും വിളിച്ചു പറയും. പക്ഷേ ഒരിക്കലും ആ അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ചിട്ടില്ല. ആ അമ്മയ്ക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ജന്മദിനങ്ങളും അങ്ങനെ തന്നെ കടന്നു പോകും. ഒരു മക്കളും അവർ ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഒരു നല്ല ആശംസ പോലും പറഞ്ഞിട്ടില്ല. ആ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികം പോലും അവരാരും ഗൗനിച്ചില്ല. ആ മക്കൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായത് അവർ ഒന്നിച്ച് ജീവിക്കാൻ എടുത്ത തീരുമാനമാണെന്ന് അവരോർത്തില്ല. അങ്ങനെയുള്ള മുഹൂർത്തങ്ങളിൽ അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പദത്തിൻ്റെ പേരാണ് സ്നേഹമെന്ന് അവരാരും അറിഞ്ഞില്ല. ജീവിതം മുഴുവൻ ആ അച്ഛനും അമ്മയും അതാഗ്രഹിച്ചു. പക്ഷേ അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ മക്കൾക്കറിയില്ലായിരുന്നു. അങ്ങനെ അവസാനം ആ അച്ഛനും അമ്മയും മരിച്ചു. കഥ കഴിഞ്ഞു. പക്ഷേ ജീവിതത്തിലെ ഒരമ്മ ഈ വീട്ടിലുണ്ട്. അവർക്ക് വേണ്ടി മരിക്കുമെന്ന് വീമ്പിളക്കുന്ന മക്കളും. പക്ഷേ ഒരു മക്കളും അവരുടെ നല്ല ദിവസങ്ങളിൽ ഒരു സമ്മാനം പോലും നൽകിയിട്ടില്ല. ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോലുമില്ല. എന്തിന് സന്തോഷത്തോടെ ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിക്രം നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ അച്ഛന് മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പരിഹസിക്കുന്നതും ശകാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമെല്ലാം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ സ്നേഹത്തിന് വേദന എന്നൊരു അർത്ഥമുണ്ടെന്നും കൂടി മാത്രം. വരാനിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ നല്ല കുറേ ഓർമ്മകളാണ്. അതുപോലെ തന്നെ ആ നിമിഷത്തെ അനശ്വരമാക്കേണ്ടത് നിങ്ങൾ 3 മക്കളുടെയും കടമകളുമാണ് എന്ന് പറഞ്ഞിട്ട് വേദ താക്കോലെടുത്ത് വിക്രമിൻ്റെ കൈ കൊടുക്കുവാണേ. എന്നിട്ട് സ്നേഹത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോഴത്തേക്കിനും വിക്രം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇറങ്ങാൻ നിന്ന് വിക്രം വീണ്ടും വന്ന് കട്ടിലിൽ തിരികെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രമൻ വന്ന് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ സാർ ഇങ്ങനെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിക്രമൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ആപ്പാട് ഒരു പന്തിയില്ലാത്ത രീതിയിലൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും സാർ ഇറങ്ങി വന്ന ഉടനെ, എടാ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും കുഴപ്പമില്ല, എല്ലാം നമുക്ക് റെഡിയാക്കാം, വിവാഹ വാർഷികമല്ലേ, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക എന്ന് പറയും കേട്ടോ. എന്നിട്ട് കുറച്ച് കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ ജുബ്ബ തുറന്നിട്ട് ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവേ. എന്നിട്ട് പറയും, ഇത് നിനക്കുള്ളതാ, നീ എത്ര വേണമെങ്കിലും ഇത് കൈ വെച്ചോളാൻ പറയും. അപ്പോൾ വിക്രം പറയും, എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല എന്ന് പറയും കേട്ടോ. അത് കുഴപ്പമില്ല, നീ ഇത് കൈ വെക്കാൻ പറയുവേ. അന്നത്തേക്കിനും വിക്രം പറയും, എനിക്ക് ഇത്രയും ആവശ്യമില്ല, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് രൂപ മാത്രം എടുത്തിട്ട് ബാക്കി ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിലോട്ട് കൊടുക്കും കേട്ടോ. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വിക്രം ഇങ്ങനെ ശ്രീനിവാസൻ സാറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രീനിവാസൻ സാറ് പറയുകയാണ്, പഴയ ബാലകൃഷ്ണൻ മർഡർ കേസില്ലേ, അത് വീണ്ടും റീവിസിറ്റ് ചെയ്യാൻ കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. PCBയുടെ നേതൃത്വമാണ് അതിന് മുന്നിൽ. അപ്പം ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് നല്ല രീതിയിലുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ വിക്രം ചോദിക്കുകയെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് സാർ എന്ന് പറയും. അപ്പോൾ പറയും, ബാലകൃഷ്ണൻ്റെ ഭാര്യ ഹർജിയുമായി മുന്നോട്ട് പോകരുത്, അത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യണം. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പം പറയുന്നുണ്ട്, അവരുടെ ഏക മകൻ കോയമ്പത്തൂർ പഠിക്കുകയാണ്, അവനാണ് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രം ചോദിക്കും, സാർ ഉദ്ദേശിക്കുന്നത് അവനെ
അയ്യോ അവനെ ഒന്നും ചെയ്യരുത്, പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 6-7 കൊല്ലത്തേക്കിന് അവൻ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടാവും. എന്തു വന്നാലും സാറേ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട. എനിക്കറിയാം, കലാലയ ജീവിതത്തിൽ നിന്ന് നേരിട്ട് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നാലുണ്ടാകുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം ശ്രീനിവാസൻ സാർ ചോദിക്കുവേ, എന്നിട്ട് വിക്രം നീ അങ്ങനെ ആയില്ലല്ലോ എന്ന് ചോദിക്കുവേ, അത് സാറിനെ പോലെയുള്ള നല്ല മനുഷ്യർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഒരു കണക്ക് നോക്കിയാൽ ഇത് ഒരു കോപ്പറേറ്റീവ് ബിസിനസ്സാണ് വിക്രം. ലാസ്റ്റ് വർഷാവസാനം കണക്കെടുക്കുമ്പോൾ പ്രോഫിറ്റ് കോളത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആയിക്കോട്ടെ സാർ, അതിനു വേണ്ടിയിട്ട് ഒരു നിരപരാധിയുടെ ജീവിതം വെച്ച് കളിക്കണമെന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷന് മുന്നേ അങ്ങനെ ഒരു ത്രെട്ട് വന്നാൽ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ ശ്രീനിവാസൻ. അപ്പം വിക്രം പറയുകയാണ്, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിന് ഒരേ ഒരു ഉത്തരവാദിയേ ഉണ്ടാവുള്ളൂ, അത് ഈ വിക്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് എണീറ്റ് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ സഹചാരികളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും കാലു വാരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ കോയമ്പത്തൂർ റൂട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കണോ? അതല്ല, വീട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ട്, ഇപ്പോഴുള്ള നന്മമരം ചമയിൽ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാണിങ്ങനെ കൂട്ടുകാർ പറയുവേ. അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കഴിഞ്ഞും വലിയ ലഹരിയിലേക്ക് നമ്മൾ അവനെ വീഴ്ത്തും, അവനെ വിട്ട് കളയാൻ പറ്റത്തില്ല എന്നിങ്ങനെ ശ്രീനിവാസൻ പറയുക കേട്ടോ. അധികാരത്തിനെ കഴിഞ്ഞും വലുതായിട്ടുള്ള എന്ത് ലഹരിയാണ് ഉള്ളത്? വിട്ട് കളയാൻ പറ്റാത്ത മുതലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്കൊരിക്കലും വിട്ട് കളയാൻ പറ്റില്ല, കൂടെ നിർത്തിയേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വിക്രം വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ കയ്യിൽ 2 പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓടിക്കയറി വരുമ്പോഴത്തേക്കിനും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നന്ദിനി അടുത്ത് കിച്ചണിൽ നിന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും വിളിച്ചുകൊണ്ട് പറയുന്ന കേട്ടിട്ട് ഓടി വരും കേട്ടോ. എന്താ ഇത്, കയ്യിൽ നല്ല പൊതിയൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നന്ദിനി അടുത്ത് ഓടി വരും കേട്ടോ. അപ്പോഴത്തേക്കിന് അമ്മ എന്തെങ്കിലും ചോദിക്കും വേദയുടെ അടുത്ത് പോയിട്ടെ. അപ്പോൾ വേദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പറയും, അമ്മ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുവേ. അമ്മേ ഇന്ന സമ്മാനം, എൻ്റെ വക ഒരു സമ്മാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ മോനെ എന്നൊക്കെ സന്തോഷത്തോടു കൂടി മേടിച്ച് എല്ലാം ഓപ്പൺ ചെയ്തൊക്കെ നോക്കുക. ഉണ്ടാക്കുന്നൊരു സാരിയാണ്, അതുപോലെ തന്നെ അച്ഛനും മുണ്ടും ഷർട്ടുമാണ് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോഴത്തേക്കിനാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും മാഷ് ചോദിക്കും, ഇവിടെ ഒരു സംഭാഷണം നടക്കുന്ന മാതിരി ഉണ്ടല്ലോ, ഞാൻ വന്നപ്പോഴത്തേക്കിനും നിർത്തിയല്ലോ, എന്താണെന്ന് ചോദിക്കും കേട്ടോ. അന്നേരം പറയും ഒന്നുമില്ല എന്ന് പറയേ. അപ്പോഴത്തേക്കിനും അമ്മയാണെങ്കിൽ ഓടി വന്നിട്ട് ആ പൊതി കാണാത്ത രീതിയിലൊക്കെ മാറി നിൽക്കും കേട്ടോ. അപ്പം നന്ദിനി ഓടി ചെന്നിട്ട് ഈ വിക്രം കൊണ്ടുവന്ന സാധനത്തിനെ പറ്റി പറയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും അമ്മ പറയും, അമ്മ ഇങ്ങനെ അതൊന്നുമില്ല മാഷെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ പറയുന്നൊന്നുമില്ല. എന്നിട്ടിങ്ങനെ മാഷ് റൂമിലേക്ക് പോകാനായിട്ട് കയറുമ്പോഴത്തേക്കിനും ഒരു പൊതി ഇരിക്കുന്ന കാണും കേട്ടോ. അപ്പോൾ ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കുവേ. അന്നേരം പറയും വിവാഹ വാർഷിക സമ്മാനമാണെന്ന് പറയും കേട്ടോ. അവൻ്റെ ഒരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മാനം നീ നിൻ്റെ അധ്വാനം കൊണ്ട് മേടിച്ചതാണോ? അല്ലല്ലോ, മറ്റുള്ളവരുടെ ചോരക്കുരുതി കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടുള്ള വസ്ത്രമൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ സമ്മാനം എടുത്ത് അങ്ങോട്ടേക്ക് വലിച്ചെറിയും കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രത്തിന് ഭയങ്കര സങ്കടമാവുമേ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്കും അങ്ങനെ സങ്കടമാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നന്ദിനിയുടെ അടുത്ത് നിൽക്കുക. നന്ദിനിയുടെ അടുത്തേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൈസ കൊണ്ടല്ല എന്നുള്ള രീതിയിലൊക്കെ അച്ഛനിങ്ങനെ പറഞ്ഞിട്ട് പോവേ. അപ്പോൾ വിക്രമിന് ഭയങ്കര സങ്കടമായിട്ട് അവൻ്റെ റൂമിലേക്ക് പോവേ. പുറകെ വേദയും പോകും കേട്ടോ. അവിടെ ചെന്നിട്ട് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അതിനിടയ്ക്ക് നമ്മുടെ നന്ദിനിയടുത്തിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. വിക്രം സങ്കടം കൊണ്ട് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ വലിച്ചെറിഞ്ഞ സാധനങ്ങളെല്ലാം നിലത്ത് കിടക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ നന്ദിനിയടുത്തി അതെല്ലാം കൂടെ എടുത്തിട്ട് ആർക്കും വേണ്ടല്ലോ വേണ്ട, ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് സാരി എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അതെടുക്കുവാണേ. എന്നിട്ട് ഇത് മറ്റേ പാൻറ്റ് ഷർട്ടിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും പറയാം ഇത് ഏട്ടന് ഇഷ്ടപ്പെടുമോ എന്തോ, എന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നന്ദിനിയടുത്തി അതെടുത്തുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേദ വിക്രമൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ വാതിൽക്കൽ നിന്നിട്ട് വീണ്ടും അടുത്തേക്ക് ചെല്ലുവേ. അപ്പോൾ എന്ത് തുടങ്ങണം എന്ത് പറയണമെന്നറിയാത്ത രീതിയിലാണ് വേദയുടെ ഭാവമേ. അപ്പം ഇങ്ങനെ നോക്കും കേട്ടോ, വിക്രം എന്ന് വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ഒന്ന് നോക്കും വേദയുടെ മുഖത്തേക്ക്, വീണ്ടും തിരിഞ്ഞ് പോയിട്ട് പറയും, സ്നേഹം ഉള്ളതാണെന്നല്ലേ നിൻ്റെ തിയറി, എന്നിട്ടിപ്പോൾ എന്തായി? ഇങ്ങനെ വിക്രം വേദയോട് ചോദിക്കുവേ. ഒരാൾ കുറ്റവാളിയാണെന്ന് വിധി എഴുതുന്നത് തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ന്യായാധിപൻ വിധിച്ചത് മറ്റൊരാൾ മാറ്റി എഴുതപ്പെടും.
നിരപരാധിയായി മാറ്റപ്പെട്ടേക്കാം. എന്നാൽ ഈ വീട്ടിൽ അതുപോലും സംഭവിക്കത്തില്ല. വൺസ് എ ലയർ ഓൾവേസ് എ ലയർ, വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ എന്താണ് പ്രതീക്ഷിച്ചത്? നിങ്ങൾ ഇതുമായിട്ട് ചെന്ന ഉടനെ നിങ്ങളുടെ അച്ഛൻ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നോ? അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലും വലിയ പൊട്ടിത്തെറിയാം. അപ്പം നിനക്ക് ഇതെല്ലാം അറിയാമെന്നല്ലേ? നീ മനഃപൂർവ്വം എന്നെ ഇത് കരുവാക്കിയതാണല്ലേ? നീ പറയുന്നത് കേട്ട് അങ്ങോട്ട് ചെന്നത് എൻ്റെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ നിങ്ങൾക്ക് എന്നിങ്ങനെ വേദ വിക്രമത്തിൻ്റെ അടുത്ത് ചോദിക്കുവേ. അന്നേരം വിക്രം പറയും, മനസ്സില്ലെന്ന് പറയുവേ. നിങ്ങൾ ശരിക്കും ഒരു ഒറ്റബുദ്ധിയാണ്. വെറുതെ അല്ല ശ്രീകാര്യം ശ്രീനിവാസിന് നിങ്ങളിങ്ങനെ കഴുത്തിൽ ചരടം കെട്ടിക്കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നത്. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ കിടന്ന് അലറും കേട്ടോ. എടീന്ന് പറയുവേ. അപ്പോഴത്തേക്കിന് അലറണ്ടാന്ന് പറയുവേ. ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി അതിൻ്റെ പ്രായശ്ചിത്തം നടത്താനുള്ള വഴി ആലോചിക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത് എന്നിങ്ങനെ വേദ പറയുവേ. അതില്ലാത്ത ഒറ്റ ബുദ്ധിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്നിങ്ങനെ വേദ പറയാൻ കേട്ടോ. ഇപ്പം നടന്നതിൽ നിന്ന് എന്താ ഞാൻ വേർതിരിച്ചറിയാനുള്ളത്, എന്താ ഞാൻ മനസ്സിലാക്കാനുള്ളത് എന്നിങ്ങനെ വിക്രം വേദയോട് ചോദിക്കുവാണേ. അത് പറഞ്ഞു തരാനാണ് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ പറഞ്ഞത് എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളിപ്പോൾ അച്ഛന് മുന്നേ തോൽപ്പിക്കപ്പെട്ടു. പക്ഷേ അച്ഛൻ്റെ മനസ്സിലിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളിപ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോഴത്തേക്കും വിക്രം പറയുക, പൊട്ടിക്കരയുമായിരിക്കും. മകനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നാലോ ഒന്നോർത്ത് നെഞ്ചു പിടയുമായിരിക്കും എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് വിക്രം പറയുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് നിങ്ങൾ എത്ര മോഹിച്ചാലും അത് നടക്കാൻ പോവില്ലെന്നിങ്ങനെ പറയുകയാണേ. മറ്റൊന്നും കൊണ്ടല്ല, അത്തരം വികാരങ്ങളെല്ലാം അടക്കി പിടിച്ച് ആ പാവത്തിൻ്റെ മനസ്സ് മരവിച്ചു പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്തു കൊടുത്താലും അച്ഛൻ അത് തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കതറിയാമെന്ന് അച്ഛനും അറിയാം. അപ്പോഴത്തേക്കിനും വിക്രം പറയും, എന്നിട്ടും അച്ഛൻ അത് തള്ളിക്കളഞ്ഞില്ലേന്ന് ചോദിക്കുവേ. അന്നേരത്തേക്കിനും പറയുവാണേ, ഇപ്പം നിങ്ങൾ ആലോചിച്ചില്ലേ, ഇതേ ആലോചന അച്ഛനും ഉണ്ടാവില്ലേ? അച്ഛൻ എന്തു പറയുമെന്ന് വകവയ്ക്കാതെ നിങ്ങളത് ചെയ്തല്ലോ എന്ന് അച്ഛനും ആലോചിക്കില്ലേ? ആ സ്നേഹം കാണിക്കാൻ നിങ്ങൾ ഒരുങ്ങിയത് തന്നെ അച്ഛൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കലെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കില്ല എന്ന് വേദ പറയുന്നുണ്ടേ. നോക്കൂ, നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ശീതസമരമാണ്. ആര് ജയിക്കുമെന്ന് അറിയാത്തൊരു കോൾഡ് വാർ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെയും സമാധാനപൂർവ്വം അതിനു വേണ്ടിയിട്ട് പരിഹരിക്കപ്പെടാതെയും നിന്നാൽ അതൊരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ്. നിങ്ങൾക്കും അച്ഛനും ഇടയിലുള്ളൊരു അകലം അവസാനിപ്പിക്കാനൊരു ശ്രമം നടത്തി. അച്ഛനത് മനസ്സിലാക്കുകയും ചെയ്തു എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും വിക്രം പറയണം, ഓഹോ എന്നിട്ടാണോ അത് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുവാണേ. മരിച്ചാൽ കോടി പുതപ്പിക്കാൻ പോലും ഞാൻ നൽകുന്ന വസ്ത്രം വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത് എന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ വാങ്ങിയ വസ്ത്രം എന്നോട് അച്ഛൻ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടില്ലേ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അധ്വാനം കൊണ്ട് മേടിച്ച ഡ്രസ്സായിരുന്നെങ്കിൽ അത് മേടിച്ചേനെ എന്നുള്ള അർത്ഥം കൂടി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നിങ്ങനെ വേദ പറയുന്നുണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയാത്തത് നിങ്ങളല്ലേ? അപ്പോൾ വിക്രം പറയുകയാണേ, അച്ഛൻ്റെ കാര്യം പോട്ടെ, അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുകയാണ്, നിങ്ങളുടെ അമ്മയാകുന്നതിലും എത്രയോ മുന്നേ അച്ഛൻ്റെ ഭാര്യയായിരുന്നു. കൂടാതെ മാഷിൻ്റെ വൈഫ്, അങ്ങനെയുള്ള ആ ആളിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മയ്ക്കും അതിനനുസരിച്ചിട്ടല്ലേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുവാണേ. വിക്രത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിന് ജീവനെ കഴിഞ്ഞും പ്രാധാന്യം കൊടുക്കുന്ന അച്ഛൻ്റെ ഭാര്യ കൂടിയാണെന്ന് ഓർക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടേ. നിങ്ങളിൽ നിന്നും അച്ഛൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ജീവിതമാണ്. ഈ ചെളിക്കുണ്ടിൽ നിന്നും മാറി നടന്നിട്ടുള്ള മറ്റൊരു ജീവിതം. സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ജീവിതം. ഇതിന് 2 അർത്ഥം കാണാം. ഇപ്പം ചെന്നുപെട്ടിരിക്കുന്ന ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ള ബോധ്യം കൊണ്ടുള്ള വിശ്വാസം. നീ പറയുന്നത് പോലെ ഞാൻ പെട്ടിരിക്കുന്ന ഒരു കെണിയിലൊന്നുമല്ല. ഒരിക്കലെങ്കിലും വീണിട്ടുള്ളവനെ താങ്ങിയവൻ്റെ വില അറിയൂ. ശ്രീനി സാറിനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നതിലും ശരിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ശ്രീനി സാറിനെ വിട്ടിട്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു ദിവസത്തേക്ക് പോലും ഇതൊരു ചലഞ്ചാണ്. ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കുക. കൂലിപ്പണിയോ മണൽ വാരലോ കല്ല് ചുമക്കലോ അങ്ങനെ എന്തെങ്കിലും പണി. എന്നിട്ട് അങ്ങനെ കിട്ടിയ കാശും കൊണ്ട് ഒരു തോർത്തുമുണ്ടെങ്കിലും വാങ്ങി അച്ഛന് കൊടുക്കുക. എന്നിട്ട് പറ അത് നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണെന്ന്.
അപ്പോൾ അതിങ്ങനെ വേദ പറയുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തായിട്ട് നാളത്തെ എപ്പിസോഡ് കാണിക്കുകയാണ്. അപ്പം വിക്രം ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കിനും മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങളിൽ നിന്നും അച്ഛൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ജീവിതമാണ് എന്നിങ്ങനെ വേദ പറയുന്നുണ്ടല്ലോ. അതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. ഈ ചെളിക്കൊണ്ടിൽ നിന്ന് മാറി നടന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ജീവിതം ശരിയാണ്. അവനെ ഞാൻ ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട്. അവൻ നന്നാകുമെന്നുള്ളൊരു തിരി ഇപ്പോഴും ഞാൻ കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് കമല എന്നിങ്ങനെ മാഷ് വൈഫിൻ്റെ അടുത്ത് പറയുവാണേ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രം നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ വിയർപ്പിൻ്റെ ഫലമായിട്ടുണ്ടാക്കുന്ന കുറച്ച് പൈസ എനിക്ക് ഉണ്ടാക്കണം എന്നിങ്ങനെ പറയുവാണേ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുവാണേ, ചുമക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രം മൊത്തത്തിൽ മാറാൻ ഉദ്ദേശിക്കുന്നിടത്താണ് നാളത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.